വിധി അനുകൂലമായതിന് പിന്നാലെ കേരള സർവകലാശാല കലോത്സവം നടത്തിപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച സർവകലാശാല യൂണിയൻ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ ആവശ്യപ്പെട്ട് വിസിക്കും സിൻഡിക്കേറ്റ് കൺവീനർക്കും കത്ത് നൽകും. യൂണിയൻ കാലാവധി നീട്ടി നൽകണമെന്നും കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെടും. മാർച്ചിൽ ആലപ്പുഴയിൽ വെച്ച് കലോത്സവം നടത്താനാണ് തീരുമാനം. വൈസ് ചാൻസലർ യോഗം വിളിക്കുമോ എന്നത് നിർണായകമാകും. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, നമുക്കറിയാം വലിയ യുദ്ധത്തിലേക്കാണ് വിസിയും SFIയും ഈ വിഷയത്തിൽ കടന്നത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ഈ യൂണിയൻ സമ്പാദിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കലോത്സവം നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് യൂണിയൻ. അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം, ഈ കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ ആ തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് സർവകലാശാല യൂണിയൻ. കാരണം ഈ യൂണിയന്റെ കാലാവധി ഈ മാസം ഫെബ്രുവരി 26 വരെയാണ്. കോടതി വിധി വന്നത് നിലവിലുള്ള യൂണിയന് കാലാവധി പൂർത്തിയാകും വരെ തുടരാം എന്നതായിരുന്നു. അതിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തി ഒരു തീരുമാനമെടുക്കണം എന്നതാണ് യൂണിയൻ എടുത്തിരിക്കുന്ന നയം. അതിന്റെ ഭാഗമായി തന്നെ ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമല്ലും സിൻഡിക്കേറ്റ് കൺവീനറായിട്ടുള്ള G മുരളീധരൻ നായർക്കും കത്ത് നൽകാനാണ് ഇപ്പോൾ ആ സർവകലാശാല യൂണിയൻ തീരുമാനിച്ചത്. പ്രധാനമായും 2 ആവശ്യങ്ങളാണ് യൂണിയനെ മുന്നോട്ട് വെക്കാനുള്ളത്. അതിലൊന്ന് ഈ കലാലയ യൂണിയന്റെ സർവകലാശാല യൂണിയന്റെ കാലാവധി നീട്ടി നൽകണം എന്നുള്ളതാണ്. SFIയുടെ നിലവിലെ വിലയിരുത്തൽ പ്രകാരം ഫെബ്രുവരി 26 കലോത്സവം നടത്തി പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കലോത്സവം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഈ യൂണിയന്റെ കാലാവധി നീട്ടി നൽകണം എന്ന ആവശ്യമാണ് ഒന്നാമതായി മുന്നോട്ട് വെക്കുക. 2, കലോത്സവത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. ഇത്തരത്തിൽ എല്ലാ നയപരമായിട്ടുള്ള തീരുമാനങ്ങളും സിൻഡിക്കേറ്റ് തീരുമാനം എന്നോണമാണ് പാസ്സാക്കപ്പെടേണ്ടത്. ഈ 2 ആവശ്യങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കണമെന്നും അതിൽ തീരുമാനമെടുക്കണമെന്നുമാണ് ഈ കത്ത് വഴി SFIയും സർവകലാശാല യൂണിയനും ആവശ്യപ്പെടാൻ പോകുന്നത്. അത് സമാന്തരമായി തന്നെ മാർച്ച് മാസത്തിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ച് സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താനാണ് SFIയും നേതൃത്വം നൽകുന്ന ഈ യൂണിയൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമൊക്കെ വരേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോഴും പ്രധാനമായി സൂചിപ്പിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാല യൂണിയനും SFIയും VCയും തമ്മിൽ ദീർഘനാളുകളായി വലിയ തർക്കവും പോരുമൊക്കെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കത്ത് നൽകി എന്ന് കരുതി VC സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറെ വ്യക്തത വരുത്തേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായി കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു കാരണം. വൈസ് ചാൻസലറാണ് യോഗം വിളിക്കേണ്ട, യോഗത്തിന് ചെയർ ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം ഈ യോഗം വിളിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ മാത്രം വിളിക്കുക എന്ന നയമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവുകളിലെല്ലാം തന്നെ സമീപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ വന്നപ്പോഴും പല തരത്തിലേക്കുള്ള സർവകലാശാലയിൽ പ്രതിസന്ധികൾ അടക്കമുണ്ടായപ്പോഴെല്ലാം തന്നെ VCക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. 60 ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വിളിച്ചാൽ മതി സിൻഡിക്കേറ്റ് യോഗം എന്ന തരത്തിലേക്കാണ് VC നിലപാടെടുത്തത്. അത്തരത്തിൽ VC ഒരു യോഗം ഈ വിഷയത്തിൽ വിളിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.